കാട്ടിലെ കൂട്ടുകാർക്ക് എന്തു ഞാൻ പേരിടും. കാണുന്നു കാണുന്നു കാണാത്ത വർണ്ണങ്ങൾ, കേൾക്കുന്നു കേൾക്കുന്നു കേൾക്കാത്ത ശബ്ദങ്ങൾ. മലയാളികളുടെ പ്രിയപ്പെട്ട കവി ഡി വിനയചന്ദ്രൻ ഓർമ്മയായിട്ട് ഇന്ന് 12 വർഷമാകുന്നു. ചൊൽക്കവിതകളുടെ കാവ്യാസ്വാദകർക്ക് മറക്കാനാകാത്ത അനുഭവമായിരുന്നു ഡി വിനയചന്ദ്രൻ. നിദ്രയിലൊരു സ്വപ്നം പോൽ ഉണരുമ്പോഴൊരു നിഴലായെന്നുടെ ചിന്തയിലൊരു ചെറുപുഞ്ചിരി പോലൻ സ്മരണയിലൂഞ്ഞാൽ പാട്ടുകൾ പോലെ. പ്രകൃതിയും പ്രണയവും യാത്രയും നിറഞ്ഞ കവിതകൾ. മലയാളത്തനിമയും വാമൊഴി പാരമ്പര്യവും ആ വരികളിൽ നിറഞ്ഞു നിന്നു. ഡി വിനയചന്ദ്രൻ എഴുതിവെച്ചതെല്ലാം വ്യവസ്ഥിതിയുടെ ചട്ടക്കൂടിൽ ഒതുങ്ങാത്ത വാക്കുകളായിരുന്നു. അങ്ങനെ ദൈവമിരുന്ന നാളിൽ താൻ തനിച്ചെന്നൊരേ വ്യാധിയായി, വ്യാധി കുടഞ്ഞതെല്ലാം കൂരിരുട്ടിന്റെ കുലങ്ങളായി. തിരയടി താളത്തിൽ കവിത ചൊല്ലിയ കവി. അധ്യാപകനായിരുന്ന വിനയചന്ദ്രൻ കവിതയ്ക്ക് പുറമെ കഥ, നോവൽ, വിവർത്തനങ്ങൾ, ബാലസാഹിത്യം എന്നിവയിലും വേറിട്ട ശൈലി തീർത്തു. ഇരുവശവും കുലച്ചു നിന്ന കവുങ്ങിലെല്ലാം തട്ടിമുട്ടി, വഴികൾ മൂടി വീണിരുന്ന പ്ലാവിലകൾ ചവിട്ടി നീക്കി, നെടുപറമ്പിൻ അറ്റമെത്തി നിലയറിയാതുണ്ണി നിന്നു. വംശഗാഥ, നരകം പ്രേമകവിത എഴുതുന്നു, വീട്ടിലേക്കുള്ള വഴി, ദിശാസൂചി തുടങ്ങി നിരവധി രചനകൾ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ആശാൻ സ്മാരക കവിതാ പുരസ്കാരം തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ കവിയെ തേടിയെത്തി. കടന്നുപോയിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ആസ്വാദക മനസ്സിലിരുന്ന് കവിതാലാപനം തുടരുകയാണ് കവി. ഓരോ തുള്ളിയായി ഞാൻ നിന്നിൽ പെയ്തുകൊണ്ടിരിക്കുന്നു, ഒടുവിൽ നാം ഒരു മഴയാകും വരെ. ആളിതൊലിച്ചു പടർന്നേറുകയാണ് അഗ്നിപ്രളയം, ക്ഷുബ്ധമഹാർണവ കാളിമ നിന്നു മുഴങ്ങിയിടുകയാണ് അരികത്ത്. റിസർച്ച് ഡെസ്ക് 24. വിനയേന്ദ്ര മാഷ് ഇങ്ങനെ ഒറ്റയ്ക്ക് അവധൂതനെ പോലെ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നതാ. ഒരു വീട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. നിറയെ സുഹൃത്തുക്കളായിരുന്നു, ചൊൽക്കവിതകളായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂട്ട്. അപ്പോൾ അദ്ദേഹത്തെ ഓർമ്മിക്കുന്ന ഒരുപാട് പേരെ ഞാൻ ഇപ്പോഴും കാണാറുണ്ട്. നല്ല മനോഹരമായ നിമിഷങ്ങൾ അദ്ദേഹത്തോടൊപ്പം പങ്കിട്ടത്. എനിക്ക് തോന്നിയിട്ടുള്ളത് ചങ്ങമ്പുഴയ്ക്ക് ശേഷം പ്രണയ കവിതകൾ ഏറ്റവും കൂടുതൽ നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പ്രണയ കവിതകൾ എഴുതിയിട്ടുള്ളതും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ വിവാഹം കഴിച്ചിട്ടുമില്ല, അതാണ് അതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ. അപ്പോൾ നിറയെ പ്രണയമായിരുന്നു ഹൃദയം മുഴുവൻ. മഴ നനയുമ്പോൾ നീ കൂടെ ഉണ്ടെങ്കിൽ പുതിയ മണ്ണിന്റെ ഗന്ധമാകുന്നു ഞാൻ. അത്ര മനോഹരമായിട്ട് എഴുതിയ ആളാണ് വിനയേന്ദ്ര മാഷ്. അദ്ദേഹത്തിനെ ഓർക്കുന്നു. ഒറ്റ കാര്യം, വിവാഹം കഴിക്കണമെന്നില്ലല്ലോ. ഇല്ല, അതെ, തീർച്ചയായിട്ടും. അല്ല, ഇത്രയും പ്രണയം മനസ്സിൽ സൂക്ഷിച്ച ഒരാള് വിവാഹിതനല്ല എന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് തന്നെയാണ് അതിൻ്റെ ഒരു സ്വാതന്ത്ര്യവും.